കൊടും വേനലുണ്ടാക്കിയ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വേനൽ കടുക്കുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ കാർഷിക കുടിവെള്ള സ്രോതസ്സായ പമ്പ ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതി പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. മണിയാർ ഡാമിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനാലാണ് കനാലുകളിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. മണിയാർ ഡാമിന്റെ 5 ഷട്ടറുകളും മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് മലയോര മേഖലയെയും ഇടനാടിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പണികൾ പൂർത്തിയാക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും കനാലിലൂടെ വെള്ളം തുറന്നുവിടണമെന്ന മന്ത്രിതല യോഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് 31 വരെ പ്രവൃത്തികൾ നീട്ടിവെക്കുകയായിരുന്നു. കനാലുകളിൽ വെള്ളം നിലച്ചതോടെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ കാർഷിക മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായി. കൃഷിയിടങ്ങളിലെ നന മുടങ്ങിയതിനു പുറമെ കനാലിലെ ഉറവ വഴി വെള്ളം ലഭിച്ചിരുന്ന കിണറുകളും വറ്റിവരണ്ടു. ഇതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ഷട്ടർ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി വെള്ളം തുറന്നുവിടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഈ വർഷം എല്ലാ വർഷവും സാധാരണ നവംബർ മാസം മുതൽ ജൂൺ മാസം വരെ വെള്ളം തുറന്നുവിടുന്നൊരു കനാലാണ്. ഈ വർഷം മാർച്ച് 1-ാം തീയതിയോടുകൂടി കനാല് അടയ്ക്കുന്ന ഒരു സ്ഥിതി, 4-ാം തീയതിയോടുകൂടി അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വർഷം മഴ കുറവാണ്. വെള്ളത്തെ ആശ്രയിക്കുന്ന നമ്മുടെ മല്ലപ്പശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കനാലിൽ നിന്ന് 3 സബ് കനാലുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം വെള്ളം പോലും എങ്ങുമില്ലാത്ത ഒരവസ്ഥയാണ് ഈ കനാലിൽ കൂടി ഇപ്പോൾ. അപ്പോൾ അതിനെ ആശ്രയിക്കുന്ന സബ് കനാല്, കിണറുകളിലെ വെള്ളമെല്ലാം പറ്റി. ഇനി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇപ്പം വെള്ളം അടിച്ചു കൊടുക്കണേ തന്നെ എങ്ങും വെള്ളം, ശുദ്ധജലം ഇല്ലാത്തൊരവസ്ഥ വന്നു. കർഷകരെ സംബന്ധിച്ച് ഇതൊരു പ്രതിസന്ധിയാണ്. നേരിട്ട് കനാലിനെ ആശ്രയിക്കുന്നവരുണ്ട്. നമ്മുടെ കിണറുകളെല്ലാം പറ്റി. ജലജീവൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ അതിൻ്റെ പൈപ്പുകളെല്ലാം അന്ന് എല്ലാ വീടുകളിലും പൈപ്പുകൾ ഇട്ടെങ്കിൽ പോലും ഇപ്പോൾ വെള്ളം പകുതി വീടുകളിൽ പോലും വെള്ളം ചെല്ലാത്ത അവസ്ഥയാണ്. ആകെ ഒരു പ്രതിസന്ധിയാണ്. നിലവിൽ ഡാമിലെ ഷട്ടറുകളുടെ മാറ്റിസ്ഥാപിക്കലാണ് നടക്കുന്നത്. ഇതിനായി 60 ദിവസത്തെ സമയമാണ് ജില്ലാ കളക്ടർ അനുവദിച്ചിരിക്കുന്നത്. ഒരു ഷട്ടറിന്റെ പണി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ PIP കനാലുകൾ വഴി വെള്ളം തുറന്നുവിടാൻ സാധിക്കൂ. അറ്റകുറ്റപ്പണികൾക്കായി മണിയാർ ബാരേജ് അടച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജനങ്ങൾ. കടുത്ത വേനലിൽ കുടിവെള്ളമില്ല. കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങുന്നു. മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അറ്റകുറ്റപ്പണി ഇനി എന്ന് തീരുമെന്നറിയില്ല. ക്യാമറമാൻ രതീഷ് മടമ്പിശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.